കെമിസ്ട്രി മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം 5ാമത്തെ പാഠമായ കാർബണിക രസതന്ത്രമാണ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ആൽക്കൽ റാഡിക്കലുകളുടെ ഒക്കെ പേര് പഠിച്ചതുകൊണ്ട് ഈ ഒരു എക്സസൈസ് പട്ടിക 5.4 പേജ് 106 ഇത് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കി, ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചരിച്ചെഴുതിയിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ എത്ര കാർബൺ ആണ് ഉള്ളത്? 1 2 3 4 5 കാർബൺ ആണ് എങ്ങനെ എണ്ണിയാലും ലോങ്സ്റ്റ് ചെയിനിൽ വരുന്നത്. 5 കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ പ്രധാന ശൃംഖലയുടെ പേര് പെന്റെയിൻ എന്നാണ്. ഓക്കെ, ഇനി ശാഖയുടെ പേരെന്താണ്? ഒറ്റ കാർബൺ ഉള്ള ശാഖ ആയതുകൊണ്ട് അതിന്റെ പേരെന്തായിരിക്കും? മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു, 2 എന്നുള്ളതാണ്. ഇനി സംയുക്തത്തിന്റെ പേരെന്തായിരിക്കും? എന്ത് ചെയ്യണം നമ്മള്? ഈ ശാഖയുടെ സ്ഥാനസംഖ്യ ഹൈഫൺ പിന്നെ നമ്മുടെ റാഡിക്കലിന്റെ പേര് പിന്നെ നമ്മുടെ പ്രധാന ശൃംഖലയുടെ പേര്. ഓക്കെ, ഇനി ഇത് നോക്കിയേ, രണ്ടാമത്തെ എക്സാമ്പിള്. രണ്ടാമത്തെ മോളിക്യൂളിൽ എങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രധാന ശൃംഖലയുടെ പേരെന്താ? ഇതിൽ വേറെ ശൃംഖലയൊന്നും ഇല്ല അല്ലെ? അല്ല ഉണ്ട്. CH ഇവിടെ ഒരെണ്ണം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് മറന്നുപോയേ. CH3. ഓക്കെ ഓക്കെ അപ്പം ഇവിടെ ഏതാണ് പ്രധാന ശൃംഖല എന്ന് പറയുന്നത്? അത് 3 കാർബൺ ഉള്ള പ്രൊപ്പെയിൻ ആണ് അല്ലെ? ഇനി ശാഖയുടെ പേരെന്താ? ഇവിടെ ഏത് ഗ്രൂപ്പ് തന്നെയാണ്? മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. ശാഖയുടെ സ്ഥാനം എന്താ? ശാഖയുടെ സ്ഥാനം 2 തന്നെ. അപ്പോൾ 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഓക്കെ അല്ലേ? 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഇനി ലാസ്റ്റത്തെ കുറച്ച് മുകളിലുള്ളതാണ്. നമുക്ക് നോക്കാം അത് എത്ര കാർബൺ ഉണ്ട് എന്നുള്ളത്. 1 2 3 4 1 2 3 4 5 6 7 7 കാർബൺ. വേറെ രീതിയിൽ എണ്ണിയാലും അങ്ങനെയാണ്. 1 2 3 4 5 6. അതെ, 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും നീളമുള്ള കാർബൺ എന്ന് പറയുന്നത്, കാർബൺ ചെയിൻ. ഇവിടെ എന്താ എഴുതണ്ടേ? 1 2 3 4 5 6 7 7 അല്ല, 7 എന്ന് പറയുമ്പോ എന്താ വാക്ക് വരുന്നത്? ഹെപ്റ്റ. അപ്പം ഹെപ്റ്റെയിൻ പിന്നെ ശാഖയുടെ പേരെന്താ? ഇവിടെ വ്യത്യാസമുണ്ട് അല്ലെ? ഈ ഫസ്റ്റ് 2 എക്സാമ്പിളും മീഥൈൽ ഗ്രൂപ്പ് തന്നെയായിരുന്നു, ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഈഥൈൽ. അതിന്റെ പൊസിഷൻ ആണെങ്കിലോ? പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 അല്ലെ? 1 2 3 4 ഏത് രീതിയിൽ എടുത്താലും തന്നെയാണ്. അപ്പൊ 4 ഈഥൈൽ ഹെപ്റ്റെയിൻ. കാർബണുകളുടെ നാമകരണം കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവയുടെ വിവിധ രാസപ്രവർത്തനങ്ങളാണ്. 4 തരം രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ജ്വലനം, ആദേശ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, അതുപോലെ അഡീഷൻ പ്രവർത്തനം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജ്വലനത്തെ തന്നെയാണ്. ജ്വലനം ഒരു സംയുക്തം ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡും ജലവും ഉണ്ടാകുന്നതിനോടൊപ്പം താപവും കൂടി പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് റിയാക്ഷൻ കാണിച്ചു തരാം. അതായത് മീഥെയിൻ പ്ലസ് എന്താണ്? ഓക്സിജൻ ആഡ് ചെയ്യണ്ടേ? ഓക്സിജൻ എന്ത് തരും? കാർബൺ ഡയോക്സൈഡിന്റെ രാസസൂത്രം എന്താ? CO2 പ്ലസ് ജലത്തിന്റെ രാസസൂത്രം എന്താ? വാട്ടർ പ്ലസ് താപം എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇത്രയും സാധനങ്ങള്. എന്നിട്ട് നമുക്കിത് ബാലൻസ് ചെയ്യും. ഈ ഇക്വേഷൻ ഇപ്പൊ സ്കെലട്ടൺ ഇക്വേഷൻ ആണ്, ബാലൻസ് ചെയ്യണം. അതായത് ഈ ആരോന്റെ ഇടതുവശത്തും രണ്ടുവശത്തും തുല്യ നമ്പർ ആറ്റങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയിപ്പോ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, ജസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫൈനൽ ഇക്വേഷൻ എഴുതുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ CH4 പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2O പ്ലസ് താപം. ഇത്രയും കാര്യമാണ് ജ്വലനത്തിന്റെ കീഴെ വരുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ആദേശ രാസപ്രവർത്തനമാണ്. പക്ഷെ ആദേശ രാസപ്രവർത്തനം കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അതിലോട്ട് വരാം കേട്ടോ. ഇനി മൂന്നാമത്തെ രാസപ്രവർത്തനം എന്ന് പറയുന്നത് പോളിമറൈസേഷൻ ആണ്. അപ്പൊ പോളിമർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരുപാട് ലഘു തന്മാത്രകൾ ചേർന്ന് ഒരു വലിയ തന്മാത്ര ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. അപ്പം ഈഥീൻ എന്ന ലഘു തന്മാത്രയിൽ നിന്ന് പോളിത്തീൻ ഉണ്ടായിരിക്കുന്ന പോലെ, അതായത് പോളിത്തീൻ കവറൊക്കെ നമുക്ക് പരിചിതമാണ് അല്ലെ? അപ്പോൾ കുറെ ലഘു തന്മാത്രകൾ പറയുന്ന പേരാണ് മോണോമർ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പോളിത്തീന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ ഈഥീൻ മോളിക്യൂളിന്റെ ഒരുപാട് തന്മാത്രകൾ വന്ന് എന്ത് ചെയ്യും? ഈഥീനിൽ നിന്ന് ഈഥെയിൻ ഉണ്ടാകും. ഓക്കെ, ഈഥീനിൽ നിന്ന് ഈഥെയിൻ ഉണ്ടാകും n ടൈംസ്. കാരണം ഇവിടെ
നമ്മൾ അത്ര കൃത്യമായിട്ടൊരു നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടില്ല, നമ്മൾ എന്നുള്ള ഒരു വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിബന്ധനം ബ്രേക്ക് ചെയ്ത് നീളമുള്ള ചെയിൻ ആവുന്ന സമയത്ത് ഈ n ഇവിടെ n ടൈംസ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് അഡീഷൻ പ്രവർത്തനമാണ്. അപ്പം അഡീഷൻ പ്രവർത്തനത്തിൽ എന്താ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഈഥീൻ പ്ലസ് ഹൈഡ്രജൻ എന്താണ് തരിക? ഈഥെയിൻ ആണ് തരിക. ഓക്കെ, ഈഥെയിൻ. ഓക്കെ, അതായത് ദ്വിബന്ധനം, ത്രിബന്ധനം എന്നിവ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ ചെറു തന്മാത്രകളെ ചേർത്ത് കൂടുതൽ സ്ഥിരതയുള്ള ഏകബന്ധന സംയുക്തങ്ങളായിട്ട് മാറുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അഡീഷൻ പ്രവർത്തനം എന്നും വിളിക്കുന്നു. ആദേശ രാസപ്രവർത്തനത്തെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ആദേശ രാസപ്രവർത്തനം, അതിന് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ്. നിങ്ങളുടെ പേജ് നമ്പർ 108 ഇത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ പറ്റുന്നത്? മീഥെയിൻ. മീഥെയിൻ എന്ന് പറയുമ്പോൾ CH4 അല്ലേ? അപ്പൊ C പിന്നെ 4 ഹൈഡ്രജൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ക്ലോറിൻ മോളിക്യൂള്. ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ Cl2 ആണ് വേണ്ടത്. Cl2 ന് നമുക്ക് ഇങ്ങനെ Cl സിംഗിൾ ബോണ്ട് Cl എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. എന്നിട്ട് ഇവിടെ സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിലാണ് കേട്ടോ. അത് നമ്മൾ Hν എന്നാണ് ഇതിനെ കാണിക്കാറുള്ളത്, സൂര്യപ്രകാശം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ പ്രൊഡക്റ്റ് എന്തായിരിക്കും കിട്ടുക? ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടി എലിമിനേറ്റ് ആയി പോകും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ബാക്കിയുള്ളവ എഴുതുക, HCH. എന്നിട്ട് ഈ ഹൈഡ്രജന് പകരം ഈ ക്ലോറിൻ വന്ന് അവിടെ അറ്റാച്ച് ചെയ്തതായിട്ട് കാണിക്കുക. അപ്പോ പിന്നെ ഇവിടെ എന്താ റിമൂവ് ആയി പോകുന്ന പറഞ്ഞാൽ HCl. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്താ? പേര് വരുന്നത് മോണോക്ലോറോ എന്ന് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലോറോ എന്ന് എഴുതാം. മോണോക്ലോറോ മീഥെയിൻ. ഓക്കെ, ഇതെന്താ? HCl എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ പ്രൊഡക്റ്റിനെ അങ്ങനെ തന്നെ ഇപ്പുറത്തേക്ക് എഴുതുക, ഒരു മാറ്റവും ഇല്ലാതെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടുക CH പ്ലസ് വീണ്ടും വേറൊരു ക്ലോറിൻ മോളിക്യൂൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടി എലിമിനേറ്റ് ആയി പോകും. അപ്പൊ ബാക്കിയുള്ളവരെ ഒരുമിച്ച് എഴുതുക. അതായത് HCl. ഇവിടെയും ഒരു ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നിരുന്നു. പിന്നെ എന്താ ബൈ പ്രൊഡക്റ്റ്? HCl തന്നെ. അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിന്റെ പേരെന്താ? ഇപ്പൊ 2 ക്ലോറിൻ ആയില്ലേ? അതുകൊണ്ട് ഡൈ എന്നുള്ള വാക്ക്, 2 ഡൈ ക്ലോറോ മീഥെയിൻ, അതാണ് ഇതിന്റെ പേര്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയേ. മൂന്നാമത്തെ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പിലത്തെ പ്രൊഡക്റ്റിനെ അതേപടി എഴുതി വെക്കുക. അപ്പൊ ഞാനിത് കുറച്ച് തിരിച്ചെഴുതുന്നുണ്ട്, കാരണം ആ HCl പോകുന്നത് കാണിക്കാനുള്ള എളുപ്പത്തിന്. പക്ഷെ സെയിം സംഭവമാണ്. എങ്ങനെയാ? ഇങ്ങനെ എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലോറിൻ മോളിക്യൂൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എഴുതുക. അപ്പോ എന്ത് കിട്ടും നമുക്ക്? ഈ HCl റിമൂവ് ആയി പോയാല് ബാക്കി Cl, CCl, ഇവിടെ H ഉണ്ട്, ഇവിടെയുള്ള Hന് പകരം ഈ Cl പോയി അറ്റാച്ച്ഡ് ആവും. അപ്പോ നമുക്ക് എന്താ ഇതിന്റെ പേര് കിട്ടുന്നത്? ട്രൈ ക്ലോറോ മീഥെയിൻ. ഓക്കെ, പിന്നെ HCl ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് എന്താ? നമ്മൾ നേരത്തെ തേർഡ് സ്റ്റെപ്പത്തെ പ്രൊഡക്റ്റിനെ അതേപടി ഇവിടെ എഴുതുക. ഈ സ്ഥലത്ത് മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ ക്ലോറിൻ മോളിക്യൂളിന്റെ കാര്യം എഴുതുക. അതിനുശേഷം ഈ ഹൈഡ്രജനും ലാസ്റ്റ് ഹൈഡ്രജന് ക്ലോറിനും കൂടി ബൈ പ്രൊഡക്റ്റ് HCl ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള പ്രൊഡക്റ്റ് എന്താ? മെയിൻ പ്രൊഡക്റ്റ് എന്താ വരുന്നത്? Cl, CCl, ഇവിടെ Cl. ഇപ്പൊ ഈ HCl പോയതോടെ ഇവിടെയും Cl ആണ് അറ്റാച്ച്ഡ് ആകാൻ പോകുന്നത്. ഇതിന്റെ പേരെന്താ? ടെട്രാ ക്ലോറോ മീഥെയിൻ. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റ് ടെട്രാ ക്ലോറോ മീഥെയിൻ, ഇതിന് നമ്മള് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിലൊക്കെ സോൾവെന്റ് ആയിട്ട് ധാരാളമായി ഉപയോഗിച്ച് കാണുന്ന പ്രൊഡക്റ്റ് ആണ് CCl4 അഥവാ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 109 പട്ടിക ഒന്ന് നോക്കാം. അവിടെ നമുക്ക് കാണാം
സൂത്രവാക്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്? CH3 നാമം ഈഥെയ്ൻ, ഉപയോഗം ഇന്ധനം. രണ്ടാമത്തത് കൊടുത്തിട്ടുള്ളത് CH3CH2OH, അത് എത്തനോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപയോഗം ലായകമായിട്ടാണ്. ഇനി CH3COOH, എത്തനോയിക് ആസിഡ് എന്നാണ് നാമം. വിനാഗിരിയിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ 3 സംയുക്തങ്ങളിലും ഒരേ നമ്പർ ഓഫ് കാർബൺ അല്ലേ ഉള്ളൂ അല്ലെ. പിന്നെ എന്തുകൊണ്ടാണ് അവയുടെ ഉപയോഗം ഇത്രയും വ്യത്യസ്തമാവുന്നത്? അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാല് കാർബൺ ശൃംഖലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ആറ്റങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഒരു സംയുക്തത്തിന്റെ പ്രവർത്തനത്തെയും സ്വഭാവ ഗുണങ്ങളെയും നിയന്ത്രിക്കും. അതായത് ഒരു സംയുക്തത്തിന്റെ ഫംഗ്ഷനെ നിയന്ത്രിക്കും. ഡിസൈഡ്സ് ഫംഗ്ഷൻ. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡില് അപ്പോൾ നമ്മൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഈ സ്ലൈഡില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേജ് 110 5.8 എന്ന പട്ടികയാണ്. അപ്പോൾ ഈ പട്ടികയിൽ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ചില ഫങ്ഷണൽ ഗ്രൂപ്പേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം ഇവയ്ക്ക് പുറമെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളായ അമൈൻ, അമൈഡ്, പിന്നെ സൾഫർ അടങ്ങിയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ടുള്ള തയോള്, പിന്നെ എന്താണ് അരോമാറ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ അരോമാറ്റിക് എന്ന് പറയുമ്പോൾ ബെൻസീൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ അരോമാറ്റിക് റിങ്ങുകൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ അവയൊന്നും നമുക്ക് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ടേബിളിൽ പഠിക്കാനില്ല. ഇവിടെ കൊടുത്തിട്ടുള്ള ചുരുക്കം ചെറുത് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏതായിരിക്കും അറിയോ? ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം ആൽക്കഹോളുകളിൽ കാണപ്പെടുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട് അല്ലെ. പിന്നെ കാർബോക്സിൽ ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട്. ഹാലജനിൽ ഓക്സിജൻ ഇല്ല. ആൽഡിഹൈഡിൽ ഓക്സിജൻ ഉണ്ട്. കീറ്റോ ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട്. എസ്റ്റർ ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വാക്കാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോൾ ലായകമായിട്ടൊക്കെ ഉപയോഗിക്കും ഇൻഡസ്ട്രിയിൽ. പക്ഷെ നമുക്ക് പരിചിതം എന്ന് പറയാൻ കാരണം മദ്യത്തിലൊക്കെ ആൽക്കഹോൾ ഉള്ളതായിട്ട് നമുക്ക് അറിവുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആൽക്കഹോൾ സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പം മെത്തനോൾ എടുക്കുകയാണെങ്കിൽ മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ ഓക്സിജൻ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ആണ് നമുക്ക്, അതായത് മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ CH3 അല്ലെ. എന്നിട്ട് ആ ഹൈഡ്രജന്റെ സ്ഥാനത്ത് ഒരു OH ഗ്രൂപ്പ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? മെത്തനോൾ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് നാമകരണം ചെയ്യുമ്പോൾ അവസാന വാക്കായിട്ട് വരേണ്ടത് ഓൾ എന്ന പദം. ഓൾ എന്ന പദത്തിലാണ് ഒരു ആൽക്കഹോൾ എൻഡ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ പരിചയപ്പെടാം. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ കാർബോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് ഒറ്റ കാർബൺ ഉള്ളതാണ്. അപ്പോ മെത്തനോയിക് ആസിഡ് അഥവാ ഫോർമിക് ആസിഡ്, ഞാൻ മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. മെത്തനോയിക് ആസിഡ് അഥവാ ഫോർമിക് ആസിഡ് നമ്മൾ ഉറുമ്പ് കടിയിൽ നമുക്ക് നീറുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വേദന ഉണ്ടാവാൻ കാരണം ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഫോർമിക് ആസിഡ് ഇൻജെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇവിടെ COOH എന്നുള്ളത് എങ്ങനെ ശരിക്കും എഴുതേണ്ടത് ഞാൻ കാണിച്ചു തരാം. C∼OH. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. എന്നിട്ട് ഇവിടെ 6 എന്ന് എഴുതും. 6 എന്ന് എഴുതിയാൽ ഏത് പിന്നെ ഹൈഡ്രോകാർബൺ വേണമെങ്കിലും വരാം. CH3 വന്നാല് 6ന്റെ സ്ഥാനത്ത് CH3 വന്നാല് അതെന്താവും? എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് ആവും വിനാഗിരിയിലൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, അതിന് പകരം H വന്നാല് 6ന്റെ സ്ഥാനത്ത് H വന്നാല് അതെന്താവും? ഫോർമിക് ആസിഡ് ആവും. ഓക്കെ, അപ്പോ കാർബോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളുടെ പേര് എങ്ങനെയാണ് എൻഡ് ചെയ്യുക? ഓയിക് ആസിഡ് എന്ന പദത്തില്. ഓയിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ഇപ്പൊ ഹാലജനെ ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്സിജൻ അടങ്ങിയിട്ടുള്ള കാർബോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവ കഴിയട്ടെ. അപ്പം ഇനി വരുന്നത് ആൽഡിഹൈഡ്. ഓക്കെ, ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ് വരേണ്ടത്? CHO. അപ്പൊ ആദ്യത്തെ മെമ്പർ എന്താ കൊടുത്തിട്ടുള്ളത്? HCHO. ഓക്കെ, പൊതുവിൽ നമ്മൾ RCHO എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ്? C∼O പിന്നെ H. ഓക്കെ, അപ്പോ ആറിന്റെ സ്ഥാനത്ത് H വരികയാണെങ്കിൽ മെഥനാൽ. അതുപോലെ ആറിന്റെ സ്ഥാനത്ത് CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ എഥനാൽ. ഓക്കെ, എഥനാൽ.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൽഡിഹൈഡുകളൊക്കെ ഏത് പേരിലാണ്, ആൽഡിഹൈഡുകളുടെയൊക്കെ പേര് ഏത് വാക്കിലാണ് അവസാനിക്കുന്നത്? ആൽ എന്നുള്ള വാക്കില്. ഓക്കെ, ആൽ എന്നുള്ള വാക്കിലാണ് അവസാനിക്കുക. ഇനി നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിനെ പരിചയപ്പെടാം. എന്താണ്? കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്ക് കണ്ടിട്ട് മനസ്സിലായോ? കീറ്റോ ഗ്രൂപ്പ് എപ്പോഴും നടുക്കാണ് വരിക, അല്ലെ? അപ്പൊ മിനിമം 3 കാർബണുള്ള കോമ്പൗണ്ടിലെ എന്താണ് കീറ്റോ ഗ്രൂപ്പിനെ കാണാൻ പറ്റും. കാരണം 2 കാർബണുകളുടെ നടുക്കായിട്ട് വേണ്ടേ ഇതിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ, നെയിൽ പോളിഷിലൊക്കെയുള്ള അസറ്റോൺ നമുക്ക് പരിചിതമല്ലേ? അപ്പോൾ അസറ്റോണിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർ സി ഡബിൾ ബോണ്ടോ ആർ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൊതുവിൽ ഇതിന്റെ എന്താണ് ഒരു ജനറൽ ഫോർമുല എഴുതുക. അപ്പോൾ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് ഇഷ്ടമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ കൊടുക്കാം. അപ്പൊ CH3 കൊടുക്കുകയാണ് 2 സൈഡിലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അസറ്റോണിനെ കിട്ടും. അസറ്റോൺ. അസറ്റോണിന്റെ IUPAC നാമമാണ് പ്രൊപ്പനോൺ. കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ, രണ്ടിടത്തും 2 പേര് എഴുതിയതുകൊണ്ട്. അസറ്റോൺ തന്നെയാണ് എന്ത് പ്രൊപ്പനോൺ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തോ ഏത് വാക്കിലാണ് കീറ്റോണുകളുടെ പേര് അവസാനിക്കേണ്ടത്? ഓൺ എന്നുള്ള വാക്കിൽ, അല്ലെ? ഓൺ. ഓക്കെ, ഇനി ഓൺ എന്നുള്ള വാക്ക്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റർ ഗ്രൂപ്പ്. അപ്പോൾ എസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ലാബിൽ 12th ലാബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മണം വെച്ച് നമ്മൾക്ക് അവര് തന്നിട്ടുള്ള അൺനോൺ കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എസ്റ്ററുകൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. എസ്റ്റർ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ പേര് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയുള്ള സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഒന്ന് ഓർമ്മിക്കുക, ഈ ഫ്രൂട്ട്സിലും അതുപോലെ നമ്മള് സ്പ്രേകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അവയുടെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മണത്തിന് കാരണമായിട്ടുള്ള ഘടകമാണ് എസ്റ്റർ എന്നുള്ള ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ എസ്റ്റർ ഗ്രൂപ്പിൽ എങ്ങനെ നമ്മൾ പൊതുവെ എഴുതാൻ അറിയോ? ആർ സി ഡബിൾ ബോണ്ടോ ഓ ആർ ഡാഷ്, ഇങ്ങനെ നമ്മൾ എഴുതും. എന്നിട്ട് ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? എന്തെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കും. അപ്പൊ CH3 ഗ്രൂപ്പ് അവര് വരുന്നെങ്കിൽ CH3 സി ഡബിൾ ബോണ്ടോ ഓ ആർ ഡാഷ്, ഓ ആർ ഡാഷ് അല്ല, സോറി, ആർ ഡാഷിന്റെ അടുത്തും CH3 കൊടുക്കാം. അപ്പം ഓക്കെ, അപ്പം ഇതിന്റെ പേരെങ്ങനെയാ വരുന്നത്? മീഥൈൽ അസറ്റേറ്റ്. ഓക്കെ, മീഥൈൽ അസറ്റേറ്റ് എന്നാണ് ഇതിന്റെ പേര് വരിക. ഈ പോർഷന് അസറ്റേറ്റ്, ഇത് ഏത് ആൽക്കൈലാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതിന്റെ പേര്, അങ്ങനെ മീഥൈൽ അസറ്റേറ്റ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓക്സിജനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇടയിൽ ഒരാൾ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, എന്താണ്? ഹാലജൻ അടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹാലജൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ്? നമ്മുടെ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17ലെ എല്ലാ മെമ്പേഴ്സും ഹാലജനുകളാണ്. ഏതൊക്കെയാ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവയൊക്കെ. അപ്പോ ഈ എന്താണ് ഹാലജനുകൾ അറ്റാച്ച് ചെയ്താൽ നമ്മൾ അവയെ വിളിക്കുന്ന പേര് എങ്ങനെയാണ്? ബാക്കി എല്ലാ കേസിലും നമ്മൾ ആ പേരിന്റെ എൻഡിലാണ് ഒരു സഫിക്സ് ചേർത്ത് നമ്മൾ വിളിക്കാറ്. പക്ഷെ ഈ കേസിൽ നോക്കിയേ, ഹാലജനുകൾ ഏത് ഹാലജനാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ ഹാലജന്റെ പേര് ആദ്യം കൊടുത്തിട്ട് പിന്നെയാണ് ഹൈഡ്രോകാർബണിന്റെ പേര് വരുന്നത്, അല്ലെ? അപ്പൊ CH3Cl നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്താണ്? മീഥേനില് ഒരു ഹൈഡ്രജൻ മാറ്റി ആ സ്ഥാനത്ത് ക്ലോറിൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ക്ലോറോമീഥേൻ എന്ന് വിളിക്കാം. അതുപോലെ C2H5 ഈഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പിനോടാണ് ക്ലോറിൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ക്ലോറോ ഈഥേൻ എന്ന് വിളിക്കും. ക്ലോറോ ഈഥേൻ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഹാലോ സംയുക്തങ്ങളില് ഹാലജന്റെ പേര്, ഇപ്പോൾ ക്ലോറിന് പകരം ബ്രോമിൻ ആയിരുന്നെങ്കിൽ ബ്രോമോ മീഥൈൻ എന്ന് വരും അതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഹാലജൻ അനുസരിച്ചിട്ട് പേര് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിവിധ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്ലൈഡിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോമിലോഗ് സീരീസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ആൽക്കൈനുകളിലും മാത്രമല്ല ആൽക്കഹോളിലും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിരുന്നു. കാരണം ആൽക്കഹോളിൽ എങ്ങനെയാണ്? ആദ്യത്തെ മെമ്പർ CH3OH, രണ്ടാമത്തെ മെമ്പർ CH3CH2OH, അപ്പോൾ ഒരു CH2 എക്സ്ട്രാ വന്നു, അല്ലെ? അതുപോലെ തന്നെ മൂന്നാമത്തെ മെമ്പർ എന്ന് പറയുമ്പോൾ CH3CH2CH2OH. ഓക്കെ, അപ്പൊ അവിടെ രണ്ടാമത്തെ മെമ്പറിനെ അപേക്ഷിച്ച് CH2 എക്സ്ട്രാ വന്നു. അപ്പോൾ നമ്മൾ ഹോമിലോഗ് സീരീസിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തടുത്ത ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ കാര്യത്തിലും ബാധകമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ്. ആൽക്കഹോളിന്റെ കാര്യത്തിലും ബാധകമാണ്, അതുപോലെ തന്നെ ആൽഡിഹൈഡുകളുടെ കാര്യത്തിലും ബാധകമാണ്, കാർബോക്സിലിക് ആസിഡിന്റെയും ആലോ ആൽക്കൈന്റെയും ഒക്കെ കാര്യത്തിൽ ബാധകമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മദ്യത്തിന്റെ സാമൂഹിക വിപത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോ മദ്യാസക്തി അഥവാ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും അറിയാമായിരിക്കും. മദ്യനകത്ത കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാരണം എന്താണ്? സ്ഥിരം മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക്
എന്താണ് അയാള് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അയാൾക്ക് ചിലപ്പോൾ തിരിച്ചറിയില്ല അല്ലെ. അപ്പോ ശാരീരികവും സാമൂഹികവും ആയിട്ടുള്ള വളരെ എന്താ പറയണ്ടത് സാമൂഹിക വിരുദ്ധ പ്രവർത്തിയിലൊക്കെ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ വഴിയരികിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ മദ്യത്തിന് വേണ്ടി അവര് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ ചെലവാക്കും. എന്നിട്ട് ഈ എന്താ കള്ള് തലക്ക് പിടിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു കുടുംബത്തില് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വില്ലനായിട്ട് മദ്യം എത്താറുണ്ട്. അത് മാത്രമല്ല ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകും. അത് കുടിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ലഹരിയായിരിക്കും, അവർക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ മറക്കാൻ കുടിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു സമയത്ത് അവർക്കൊരു കിക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അതിനുശേഷം അവർക്ക് ലോങ് ടേം വരുന്ന എന്താണ് അസുഖങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മള് ഇപ്പോ ക്യാൻസർ ഒക്കെ പോലെ തന്നെ കേൾക്കുന്ന ഒരു വാക്ക് ആണ് ലിവർ സീറോസിസ് എന്ന് പറഞ്ഞിട്ട്, അഥവാ കരൾ വീക്കം. അപ്പൊ കരളിന് പ്രശ്നം വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ വരാറുണ്ട്, പ്രത്യുത്പാദന ശേഷി കുറവ് കണ്ടുവരുന്നുണ്ട്, മസ്തിഷ്കാഘാത സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾക്ക് മദ്യാസക്തി കാരണമാവാറുണ്ട്. ഇനി നമ്മള് വിഷമദ്യ ദുരന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. പല സ്ഥലങ്ങളിലും എന്താണ് ലൈസൻസ് ഉള്ള ബാറുകളിൽ നിന്നും അല്ലാതെ വീടുകളിൽ നിന്നൊക്കെ ചാരായം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദുരന്തമാണ് വിഷമദ്യം എന്ന് പറയുന്നത്. കാരണം സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന എഥനോൾ ഒരുപാട് വ്യാവസായിക പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും ലഹരി പാനീയമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, കാരണം ഈ എഥനോളിൽ വിഷവസ്തുവായിട്ടുള്ള മെത്തനോൾ ചേർത്തിട്ടുണ്ട്. എന്തിനാ ഇതിന്റെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇൻഡസ്ട്രിയിൽ ഇത് എന്താണ് പ്രിസർവേറ്റീവ് ആയിട്ടും അതുപോലെ പേര് നിർമ്മാണത്തിനും ലായകമായിട്ടും ഇന്ധനത്തിനൊക്കെ ആയിട്ടും അത്തരത്തിലുള്ള യൂസിന് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമാണ്. അപ്പൊ അതിൽ നിന്ന് ഇടനിലക്കാരൊക്കെ എന്താ ഈ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് മെത്തനോൾ ചേർക്കുന്നത്. പക്ഷെ ചിലര് ഇത് അറിയാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനായിരിക്കാം, എന്താണെങ്കിലും ഇപ്രകാരം ലഭിക്കുന്ന സ്പിരിറ്റിനെ ദുരുപയോഗം ചെയ്ത് എന്താണ് ആൾക്കാർക്ക് കുടിക്കാനായിട്ട് ലഹരിപാനീയമായിട്ട് വിതരണം ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ, ഇതില് മെത്തനോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നേത്രത്തിലെ ഞരമ്പുകളെ തകരാറല്ലാക്കി അവരുടെ ആദ്യത്തെ സിംറ്റംസ് ആയിരിക്കും അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഈ വിഷമദ്യത്തിൽ അടങ്ങിയിട്ടുള്ള മെത്തനോള് നമ്മുടെ ശരീരത്തിൽ എൻസൈമുകൾ ഉണ്ട് അല്ലെ. ഒരുപാട് എൻസൈമുകൾ കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ മെത്തനോള് എൻസൈം പ്രവർത്തനത്തിന് വിധേയമായിട്ട് ഫോർമാൽഡിഹൈഡ്, ഫോർമിക് ആസിഡ് എന്നിവ ഉണ്ടാകും. ഇവരാണ് യഥാർത്ഥ വില്ലന്മാർ എന്ന് പറയുന്നത്. ഫോർമാലിൻ എന്നുള്ള ഒരു രാസവസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. നമ്മളിപ്പോ സോളജി ലാബിലൊക്കെ പോയാൽ നമുക്ക് എങ്ങനെയാണ് കുറെ ജീവികളൊക്കെ ഓരോ അപ്പാരറ്റസില് ഗ്ലാസ് ബോട്ടിലുകളിലൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാ നമ്മള് ഫോർമാലിന്റെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോർമാലിഡിഹൈഡ് നമ്മൾ പറഞ്ഞു അല്ലെ. ഫോർമാലിഡിഹൈഡ് എന്ന് വെച്ചാൽ CH അല്ലെ, മെഥനാൽ. അപ്പോ ഫോർമാലിഡിഹൈഡിന്റെ ജലീയ ലായനിയാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. അപ്പൊ മൃതശരീരങ്ങൾ മനുഷ്യ ശരീരങ്ങൾ നമ്മൾ കേടുകൂടാതെ ലാബില് അനാട്ടമി ലാബിലൊക്കെ അഴുകാതെ സൂക്ഷിക്കുന്നത് ഈ ഫോർമാലിഡിഹൈഡിന്റെ സഹായത്തോടുകൂടിയാണ് അല്ലെ. അപ്പൊ ഈ മണത്തെ കാരണം എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന സംയുക്തമായിട്ടുള്ള എസ്റ്ററിന്റെ എസ്റ്റർ എന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഈ പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പൂക്കളിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ചേരുംപടി ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത് അമൈൽ അസറ്റേറ്റ്, പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ളത് ഈഥൈൽ ബ്യൂട്ടൈറേറ്റ്, ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള എസ്റ്റർ ഒക്ടൈൽ അസറ്റേറ്റ്, മുല്ലയിൽ അടങ്ങിയിട്ടുള്ള എസ്റ്റർ ബെൻസൈൽ അസറ്റേറ്റ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കും? ഇപ്പൊ ഞാൻ മുല്ലേന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പം മുല്ല ബെൻസൈൽ അസറ്റേറ്റ് അല്ലെ. അപ്പൊ ഒരു ബെൻസ് കാറിൽ നിങ്ങൾ കയറുമ്പോൾ നല്ല മുല്ലയുടെ മണ്ണാണ് അതിന്റെ അകത്ത് ഓർമ്മിക്കുക. നമ്മളിപ്പോ കാർ ഫ്രഷ്നർ ഒക്കെ വെക്കുമല്ലോ, അപ്പൊ മുല്ലയുടെ മണം ഉള്ളത്. അപ്പൊ ബെൻസ് കാറിന് മുല്ലയുടെ മണം, അങ്ങനെ ബെൻസൈൽ അസറ്റേറ്റ് ഓർക്കാം. പിന്നെ ഓറഞ്ച് ഒക്ടൈൽ അസറ്റേറ്റ്, രണ്ടും ഓ എന്ന് വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഓർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒക്ടോപ്പസിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഒക്ടോപ്പസ് എന്ന് വെച്ചാൽ നീരാളി. അപ്പൊ ഒക്ടോപ്പസ് നമ്മൾ ബോളൊക്കെ ഇങ്ങനെ അമ്മാനം ആടൂലേ, അതുപോലെ ഓറഞ്ച് ഇങ്ങനെ അമ്മാനം ആടുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കാം. അപ്പൊ ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ളത് ഒക്ടൈൽ അസറ്റേറ്റ്. ഇനി ഏത്തപ്പഴത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അമൈൽ അസറ്റേറ്റ്. അപ്പൊ ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ എ എന്നുള്ള ഒരു വേർഡ് വരുന്നുണ്ട്. അമൈൽ അസറ്റേറ്റിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അമൈൽ. അപ്പൊ അവിടെയും എ ആണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ. അപ്പൊ അങ്ങനെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ പൈനാപ്പിൾ നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം? ബാക്കി എല്ലാ കേസിലും അസറ്റേറ്റ് എന്നാണ് എൻഡിങ് വേർഡ് വരുന്നത്. പക്ഷെ പൈനാപ്പിളിന്റെ കേസിൽ മാത്രം ബ്യൂട്ടിറേറ്റ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിക്കാം, എന്താണ് പൈനാപ്പിൾ നിന്ന് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആവുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഓക്കെ, അപ്പോ ഇത് ചേരുംപടി ചേർക്കാനേ മിക്കവാറും ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് ട്രിക്കിലൂടെ അവയെ അസോസിയേറ്റ് ചെയ്താൽ ചേരുംപടി ചേർക്കാൻ എളുപ്പമായിരിക്കും. ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട ഈ വാക്കുകൾ. ഓക്കെ,
ഇനി നമ്മൾ പറയാൻ പോകുന്നത് മീഥെയിനെ കുറിച്ചിട്ടാണ്. CH4 ആദ്യ ആൽക്കൈൻ മെമ്പർ ആയിട്ടുള്ള മീഥെയിൻ. മീഥെയിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? മീഥെയിൻ മാർഷ് ഗ്യാസ് എന്നും അറിയപ്പെടുന്നു. മാർഷ് എന്ന് വെച്ചാൽ എന്താണ്? ചതുപ്പ്. അപ്പോൾ ചതുപ്പ് നിലത്തിൽ നിന്ന് ഉയരുന്ന വാതകമാണ് പിന്നെ മീഥെയിൻ എന്ന് പറയുന്നത്. ഇത്തരം ഭാഗത്ത് ഓക്സിജൻ അധികം കല്ലാത്ത ഇത്തരം ഭൂഭാഗത്ത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടത്തിൽ നിന്ന് ജൈവ പ്രക്രിയയിലൂടെയാണ് ഈ വാതകം ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ബയോഗ്യാസ് ഒക്കെ ഉപയോഗിക്കാറില്ലേ? അപ്പൊ ബയോഗ്യാസിലെ ഒരു പ്രധാന ഘടകമാണ് മീഥെയിൻ എന്ന് പറയുന്നത്. പിന്നെ ബയോഗ്യാസിൽ മീഥെയിൻ മാത്രമല്ല, മറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകം കൂടി ഉണ്ട് കേട്ടോ. മീഥെയിൻ മാത്രമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ പല ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലും മീഥെയിൻ വാതകം ധാരാളമായിട്ടുണ്ട്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലൊക്കെ. ഈ മീഥെയിൻ വാതകത്തിന്റെ മറ്റൊരു ഉറവിടം എന്ന് പറയുന്നത് പെട്രോളിയമാണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതി വാതകത്തില് 50 to 90% മീഥെയിൻ ആണ്. ഒരു 1 to 10% ഈഥെയിൻ. അതുപോലെ പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ C3H8, അതുപോലെ ബ്യൂട്ടൈൻ C4H10. ഇവയൊക്കെ 1 to 10% മാത്രമേ ഉള്ളൂ. 90% CH4 അഥവാ മീഥെയിൻ ആണ് ഉള്ളത്. അപ്പൊ മേൽപ്പറഞ്ഞ ഈ വാതകങ്ങൾക്കൊന്നും തന്നെ എന്താണ് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അപ്പൊ നമുക്ക് വാതക ചോർച്ച ഉണ്ടായാലും എങ്ങനെ അറിയാം? നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദുരന്തം നടക്കുമല്ലേ, സ്ഫോടനം നടക്കും. സ്പാർക്ക് വന്നാല് ഈ വാതക ചോർച്ചയിൽ വീട് തന്നെ കത്തിപ്പോകും, വൻ നാശനഷ്ടം ഉണ്ടാകും, ജീവഹാനി സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമുക്ക് എന്തെങ്കിലും ഒരു വാതക ചോർച്ച മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഘടകം അതിൽ ആഡ് ചെയ്യണം. അതാണ് തയോഫീൻ എന്ന് പറയുന്നത്. അതായത് രൂക്ഷഗന്ധമുള്ള സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള പിന്നെ കോമ്പൗണ്ടുകളിലൊക്കെ ഭയങ്കരമായി രൂക്ഷഗന്ധമായിരിക്കും. ഓക്കെ, അപ്പം തയോഫീനിന് പുറമെ ഈഥൈൽ മെർകാപ്റ്റൻ ഇവ രണ്ടും വളരെ ചെറിയ അളവിൽ അടങ്ങിയിട്ട് ഉണ്ടാകും. ഓക്കെ, ഇനി അതിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ വീടുകളിൽ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന LPG ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയ പ്രൊപ്പെയിൻ ബ്യൂട്ടൈൻ മിശ്രിതമാണ്. ഇത്തരം സിലിണ്ടറുകളിലെ വാതക ചോർച്ച മനസ്സിലാക്കാനായിട്ടാണ് രൂക്ഷഗന്ധമുള്ള തയോഫീൻ, ഈഥൈൽ മെർകാപ്റ്റൻ എന്നിവ വളരെ ചെറിയ എമൗണ്ടിൽ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ഷോർട്ട് ഫോം എക്രോണിമ് നമ്മൾ പഠിക്കാനുണ്ട്. അതാണ് CNG. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം CNGയുടെ ഫുൾ ഫോം എന്താണ്. അപ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് എഴുതുക. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇതെവിടെ ഉപയോഗിക്കുന്നത്? മലിനരഹിത വാഹന ഇന്ധനമാണ്. എന്താണ് ഇതിന്റെ യൂസ്? മലിനരഹിത വാഹന ഇന്ധനം. പിന്നെ അതുപോലെ തന്നെ LNG എന്ന് പറയുമ്പോൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. വളരെ കൂടിയ മർദ്ദത്തിൽ മീഥെയിൻ വാതകത്തെ ദ്രവീകരിക്കുക വഴിയാണ് LNG നിർമ്മിക്കുന്നത്. ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പേജ് 117 പരിശീലന ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പരിശീലന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഹൈഡ്രോ കാർബണിന്റെ ഘടന കൊടുത്താൽ IUPAC നാമം എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ കാർബണിന്റെ പേര് മാത്രം കൊടുത്താൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഘടന എഴുതാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം അല്ലെ. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യനില് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ശാഖകളൊന്നും ഇല്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5. ഇതിൽ ദ്വിബന്ധനമോ ശാഖയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും കൗണ്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ 5 കാർബണുകളാണ് ഉള്ളത്. അപ്പൊ 5 കാർബണുകൾ ഉള്ള ഏകബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ ആയതിനാൽ എങ്ങനെയായിരിക്കും പേര് എടുക്കുക? നമ്മൾ പദമൂലം പ്ലസ് ഏകബന്ധനമായതുകൊണ്ട് അത് ആൽക്കെയിന്റെ അണ്ടറിലേക്ക് വരും. അപ്പൊ പദമൂലം പ്ലസ് 8 അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് പദമൂലം വരുന്നത്? 5 കാർബൺ ആയതുകൊണ്ട് പെന്റ്. അപ്പൊ പെന്റ് പ്ലസ് എയിൻ എന്ന് പറയുമ്പോൾ പെന്റെയിൻ. ഇതാണ് ആദ്യത്തെ സംയുക്തത്തിന്റെ പേര്. ഇനി 2ാമത്തെ സംയുക്തത്തിന്റെയോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ശാഖ കൂടി വരുന്നുണ്ട് അല്ലെ. അപ്പോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏറ്റവും നീളം കൂടിയ കാർബൺ ശൃംഖല ഏതാ? ഇങ്ങനെ കൗണ്ട് ചെയ്താൽ 4 എണ്ണേ വരുള്ളൂ. ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 5 എണ്ണം വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഭാഗത്തിൽ നിന്നും കൗണ്ട് ചെയ്താൽ പ്രശ്നമില്ല. കാരണം എങ്ങനെ നമ്പറിംഗ് ഇട്ടാലും ഈ ശാഖ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് 3 എണ്ണമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ നമ്പർ ഇടാം. ഇവിടെ ഏറ്റവും നീളം കൂടിയ പിന്നെ കാർബൺ ശൃംഖലയ്ക്ക് 5 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പാരന്റ് ഹൈഡ്രോ കാർബണിന്റെ പേര് എന്തെഴുതും? പെന്റെയിൻ എഴുതും അല്ലെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രാമത്തെ കാർബണിനോടാണ്
ശാഖ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കാർബണിലുണ്ട് അല്ലെ. അപ്പോൾ 3 എന്നുള്ള സംഖ്യ എഴുതുക. ഇനി ആ ശാഖയുടെ പേരെന്താണ്? ശാഖയിലെ ഈ ആൽക്കൈൽ റാഡിക്കലില് ഒരു കാർബൺ ആറ്റം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാർബൺ ആറ്റം അടങ്ങിയോണ്ട് അതിന്റെ പേരെന്തായിരിക്കും? മീഥൈൽ അല്ലെ. അപ്പൊ 3 മീഥൈൽ പെന്റെയിൻ എന്നാണ് ഇതിന്റെ പേര്. ഇനി മൂന്നാമത്തെ ആളെ നോക്കിയേ. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് വിബന്ധനം വരുന്നതാണ്. അപ്പൊ ഇതൊരു ആൽക്കീൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പം ആൽക്കീനിന് നമ്മൾ എങ്ങനെ നമ്പറിംഗ് കൊടുക്കണം? ഏത് വശത്ത് നിന്ന് നമ്പറിംഗ് ഇടുമ്പോഴും ആൽക്കീൻ വരുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് അല്ലെ. ഇങ്ങനെ ഏത് വശത്ത് നിന്നിട്ടാലും ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 4 കാർബൺ ആറ്റം. അപ്പോൾ അതിന്റെ പദമൂലം എന്ന് പറയുന്നത് ബ്യൂട്ട് അല്ലെ. എന്നിട്ട് ഒരു ഹൈഫൺ ഇടുക. എന്നിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കാർബണിന്റെ ഇടയിലാണ് വിബന്ധനം. അപ്പൊ 2ലും 3ലും വെച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഇടാനുണ്ട്. അപ്പൊ ആ 2 എന്നുള്ളത് ഇടുക. എന്നിട്ട് ആൽക്കീൻ ആയതുകൊണ്ട് അവസാനിക്കേണ്ടത് ഈൻ എന്നുള്ള പദത്തിലാണ്. അപ്പൊ ഈൻ എന്ന് ഇടുക. അപ്പൊ ബ്യൂട്ട് 2 ഈൻ എന്നാണ് സി സംയുക്തത്തിന്റെ പേര്. ഇനി ബി എന്താണ്? CH3 CH2 C ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ത്രിബന്ധനമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ നമ്പറിംഗ് ഇടും? ഈ ത്രിബന്ധനം വരുന്ന കാർബണിന് ഏറ്റവും ചെറിയ നമ്പർ വേണം. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങിയാൽ 1 2 3 4 മൂന്നാമത്തെയും നാലാമത്തെയും കാർബണിന്റെ ഇടയിലായിരിക്കും. ഈ ഇങ്ങനെ നമ്പറിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണുകളുടെ ഇടയിലായിരിക്കും ത്രിബന്ധനം വരിക. അപ്പോൾ ചെറിയ നമ്പറല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മറ്റേ നമുക്ക് മായ്ച്ചു കളയാം. അപ്പോ ഇതിന് എത്ര കാർബണുകളുണ്ട്? എത്ര കാർബണുകളാണുള്ളത്? 4. അതുകൊണ്ട് തന്നെ പദമൂലം ബ്യൂട്ട്. കറക്റ്റ് അല്ലേ? പിന്നെ എവിടെയാണ് ത്രിബന്ധനം വരുന്നത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിന്റെ നടുവിൽ എന്ന് പറയുമ്പോൾ 1 എന്നുള്ള നമ്പർ, ചെറിയ നമ്പറാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഹൈഫൺ 1, പിന്നെ വീണ്ടും ഹൈഫൺ, പിന്നെ ത്രിബന്ധനം വരുന്നതുകൊണ്ട് ആ പേര് അവസാനിക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് ഐ. അപ്പൊ ബ്യൂട്ട് 1 ഐൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഘടനാവാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ആദ്യത്തത് ഹെക്സെയ്ൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഹെക്സ് എന്നുള്ള മൂലപദം ഉപയോഗിച്ചത് കൊണ്ട് എത്ര കാർബണിന്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എയിൻ എന്നുള്ള വാക്കിൽ എന്ത് ചെയ്യുന്നത് കൊണ്ട് അതൊരു ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി നമ്മൾ ഇതിന്റെ ഘടന എങ്ങനെ എഴുതും? ആദ്യം 2 3 4 5 6 കാർബണുകൾ എഴുതുക. ഇവയ്ക്കൊക്കെ ഇടയിൽ ഏകബന്ധനം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി സംയോജകത ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഒരു സംയോജകത കഴിഞ്ഞു. അപ്പൊ ബാക്കി 3 എണ്ണം ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. ഈ രണ്ടാമത്തെ കാർബണിനെ സംബന്ധിച്ച് 2 സംയോജകത കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കി 2 സംയോജകത ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. അടുത്ത കാർബണിന് അങ്ങനെ തന്നെ, അടുത്ത കാർബണിന് അങ്ങനെ തന്നെ, അടുത്ത കാർബണിന് അങ്ങനെ തന്നെ. അറ്റത്തുള്ള കാർബണിന് വീണ്ടും ഒരു സംയോജകത കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ബാക്കി 3 ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. അപ്പൊ ഇതാണ് ഹെക്സെയിനിന്റെ ഘടനാവാക്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്യൂട്ട് 2 ഈൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പറയാം. ഇതിന് കാർബൺ നമ്പർ ബ്യൂട്ട് എന്ന് കൊടുത്തതിന്റെ അർത്ഥം 4 എന്നാണ്. പിന്നെ അവസാനിക്കുന്ന വാക്ക് ഈൻ എന്നാണ്. അപ്പം ആൽക്കീൻ ആണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ദ്വിബന്ധനമാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ വിബന്ധനത്തിന്റെ പൊസിഷൻ, സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർബണിലാണെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 2 3 4 കാർബൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിന്റെ നടുവിലായിട്ട് വിബന്ധനം ഇട്ട് കൊടുക്കുക. ബാക്കി സംയോജകങ്ങളിലൊക്കെ ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. അപ്പം ഇവിടെ ഒരു എച്ച് മതി, ഇവിടെ ഒരു എച്ച് മതി, അറ്റത്ത് 3. ഓക്കെ, അപ്പൊ ഇതാണ് ബ്യൂട്ടീനിന്റെ സ്ട്രക്ചർ, ഘടന. ഇനി പെന്റ് 2 ഐൻ നോക്കിയാലോ. അപ്പൊ അതിൽ എത്രയാണ് കാർബൺ നമ്പർ വരുന്നത്? പെന്റ് എന്നുള്ളതുകൊണ്ട് 5നെ സൂചിപ്പിക്കുന്നു. പിന്നെ അവസാനിക്കുന്ന വാക്ക് എന്താണ്? ഐൻ. ഐൻ വന്നതിനർത്ഥം ത്രിബന്ധനം ഉണ്ടെന്നാണ്. ആ ത്രിബന്ധനത്തിന്റെ പൊസിഷൻ എവിടെയാണ്? സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം 1 2 3 4 5 കാർബണുകൾ ഇടുക. എന്നിട്ട് രണ്ടാമത്തെ കാർബണിനും മൂന്നാമത്തെ കാർബണിനും ഇടയിലായിട്ട് ത്രിബന്ധനം ഇട്ട് കൊടുക്കുക. ബാക്കിയൊക്കെ ഹൈഡ്രജൻ വെച്ച് സംയോജകത പൂർത്തീകരിക്കുക. ഇവിടെ ഇനി വീണ്ടും ഹൈഡ്രജന്റെ ആവശ്യമില്ല. മൂന്നാമത്തെ കാർബണിന് ഓൾറെഡി പൂർത്തിയായി, രണ്ടാമത്തെ കാർബണിനും ഓൾറെഡി സംയോജകത പൂർത്തിയായതുകൊണ്ട് വീണ്ടും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തെ കാർബണിന് ഇനി എത്ര വേണം? 2 സംയോജകതയെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെയും ഈ 2 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. അവസാനത്തതിന് 3 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് പിന്നെ പെന്റ് 2 ഐനിന്റെ ഘടനാവാക്യം എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് 2 മീഥൈൽ പ്രൊപ്പൈൻ അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? കാർബണിന്റെ നമ്പർ എത്ര? പ്രൊപ്പൈൻ എന്ന് വെച്ചാൽ 3 കാർബൺ ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ശാഖയുണ്ട് അല്ലെ. അപ്പൊ ശാഖ ഏതാണ്? മീഥൈൽ ഗ്രൂപ്പ്. അതുപോലെ തന്നെ
ശാഖയുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഈ വാക്യ പേര് അവസാനിക്കുന്ന വാക്യം എന്ന് പറയുന്നത് എ എന്നാണ്. അപ്പോൾ ഏകബന്ധനം മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 കാർബണുകൾ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏകബന്ധനം ആയതുകൊണ്ട് അവയ്ക്കൊക്കെ ഇടയിൽ ഏകബന്ധനം ഇട്ട് കൊടുക്കുക. ഈ ശാഖ ഉണ്ടെന്ന് പറഞ്ഞു, ശാഖ രണ്ടാമത്തെ കാർബണിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3. ഓക്കെ, ബാക്കി സംയോജകതയ്ക്ക് ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 2-methyl propane സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതോടെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ 10ാം തരം തുല്യതാ പാഠാവലിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാർബണിക രസതന്ത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും സമയം എന്നെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ സജഷൻസ്, ഈ വീഡിയോ ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ പാഠത്തിന്റെ മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പരിശീലന ചോദ്യങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി 6ാമത്തെ പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എന്റെ ഹൃദയം